ഇനി അതാ ഇതിൻ്റെ രണ്ട് പൊട്ടിൻ്റെ മുകളിലേക്ക് ഒന്നതാ അവരിയ്ക്കുന്നത്, ഒന്നതാ ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ അടിയിലേക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുന്ന ജോലികളാണ് ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം. അതായത് ഏകദേശം ഒരു 7 അടിയോളം ഇത് താഴത്തേക്ക് ഇറങ്ങി നിൽക്കാനുണ്ട്. അതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് അത് ഒഴിവാക്കിക്കൊണ്ടും തന്ത്രപരമായിട്ടുള്ള പരിപാടികളാണ് വീണ്ടും നടക്കാനുള്ളത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു അത്ഭുത വർക്ക് നടന്നു കഴിഞ്ഞു. അതായത് നമ്മൾ നേരെ വൈകി ഇനി നോക്കി കാര്യമില്ല. അപ്പോൾ നമ്മളിതിവിടെ റെയിൽവേ ക്രോസ് ബ്രിഡ്ജ് അതിവിടെ എടുത്ത് വെച്ച കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ ക്രോസ് ബ്രിഡ്ജ്. സ്റ്റീൽ ബൗ സ്ട്രിങ്, അതായത് 800 ടൺ വെയിറ്റുള്ള നമ്മുടെ ഈ സ്റ്റീൽ ബ്രിഡ്ജ് നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇതെടുത്ത് കുറേ കാലമായി ഇതൊക്കെ അവർ പണി തീർത്ത് വെച്ചിട്ട്, പക്ഷേ ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് റിസ്ക് പരിപാടി തന്നെ ആയിരുന്നു. അത് അവർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറേ വർക്കുകളൊക്കെ ഉണ്ട്. 2 ദിവസം മുമ്പാണ് ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചത്. പക്ഷേ നമുക്കത് കറക്റ്റ് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല, നമ്മൾ അറിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് അത് എടുത്തു വെക്കുന്ന കാഴ്ച കുറേ ടൈം പിടിക്കുന്ന പരിപാടികളായിരുന്നു. ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വന്നേനെ. എന്തായാലും അത് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിവിടെ എത്തിയ കാഴ്ചകളും എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം സ്റ്റേഷൻ കേട്ടോ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നല്ലൊരു ബെൻഡാണ് അല്ലേ. സ്റ്റേഷൻ നല്ല ഫുള്ള് വളഞ്ഞിട്ടാണല്ലോ. ഇപ്പം നമ്മുടെ റെയിൽവേ അതോറിറ്റിയുടെ എല്ലാ അനുമതിയും ഒക്കെ കിട്ടിയതിന് ശേഷമാണ്, ചെന്നൈ ഓഫീസിൽ നിന്നുള്ള അനുമതിയൊക്കെ ലഭിച്ചതിന് ശേഷമാട്ടോ ഇവർ ഇത് എടുത്തു വെച്ചത്, ഇതുകൊണ്ട് നീക്കി വെച്ചത്. ഇനി ഇതുപോലൊന്ന് നമ്മുടെ വടകരുണ്ട്, ചോറോട് ബ്രിഡ്ജിൻ്റെ അവിടെ. അതുകൂടി അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വർക്കാണ് കഴിഞ്ഞിട്ടോ. കേരളത്തിൻ്റെ ഒരു അഭിമാന വർക്ക് എന്ന് തന്നെ പറയാട്ടോ. ഇത് കേരളത്തിൽ ആദ്യമായിട്ടുള്ള സ്റ്റീൽ ബൗ സ്ട്രിങ് ആണ് ഈ ബ്രിഡ്ജ്. 3 വരി പാത പോകുന്ന ഒരു ബ്രിഡ്ജാട്ടോ അത്. 800 ടണ്ണ് പറഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടേക്കുള്ള ബാക്കിയുള്ള ഒരു ചെറിയൊരു എലിവേറ്റഡ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കുറച്ച് ഭാഗം ഒരു 2-3 ഗേഡറൊക്കെ ഉള്ളൊരു ബാക്കി ഭാഗം. അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡ് നേരെ അങ്ങോട്ട് നമ്മുടെ ഭാരതപ്പുഴക്ക് കുറുകെയുള്ള 2 ബ്രിഡ്ജില്ലേ, അതൊക്കെ വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ആയതാട്ടോ. ഇനി ഇവിടേക്കുള്ള കുറച്ച് ഭാഗങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഫിനിഷ് ആവട്ടോ. ഈ ഭാഗം ബാക്കി കുറ്റിപ്പുറം അപ്പുറത്തെ സൈഡിലൊക്കെ എന്ത് പെട്ടെന്നാരോ വർക്കൊക്കെ ഫിനിഷ് ആകുന്നത്. NRCL ഒരു രക്ഷയില്ല. നമ്മൾ കുറച്ച് സമയം അവിടെ മാറി നിൽക്കുമ്പോഴത്തേന് ഒരു വർക്ക് ഫിനിഷ് ചെയ്താളാ. എന്താ ചെയ്യവരെ ഏട്ടാ. കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെ വർക്കുകളും ഈ ഭാഗത്തേക്കുള്ള ഫുള്ള് വർക്ക് ഫിനിഷായി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി കുറ്റിപ്പുറം ആ റെയിൽവേ അവിടെ, അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് വർക്കുകൾ അതുകൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഫുള്ള് ഓപ്പൺ ആട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കൂരിയാട് മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാലല്ലോ ടോൾ അങ്ങോട്ട് ഓണാക്കും. ഇവിടെയാണ് അത് സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഏരിയ കേട്ടോ. സെറ്റ് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അത് നീക്കി വെച്ച് കൊണ്ടുപോയത് കേട്ടോ. ആ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് ഇവിടുന്ന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പം എന്തായാലും ഒരു 3-4 മാസമായി. അതിൻ്റെ മുമ്പേ ഫുള്ള് വർക്ക്, ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ. ഇതിൻ്റെ അടിയിൽ കാണില്ലേ നിങ്ങൾ, ഇതൊക്കെ സെറ്റാക്കി ഇത് പോകാനുള്ള ട്രാക്കിൻ്റെ പവർ പറഞ്ഞാൽ വേറെ ലെവലാണ്. 5 അടിയോളം ഹൈറ്റുള്ള ട്രാക്ക്, ഫുള്ള് സ്റ്റീലിൻ്റെ സ്ട്രോങ് സാധനങ്ങളാട്ടോ അടിയിൽ അവർ കൊടുത്തത്. അതുപോലെ അടിയിൽ കുത്തു കൊടുക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഫൗണ്ടേഷൻ അവർ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു നുള്ളിൽ താകാൻ പറ്റില്ലല്ലോ, 800 ടണ്ണ് അവിടെ പിടിച്ച് നിൽക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി ആ കോൺക്രീറ്റ് ഒക്കെ വേസ്റ്റ്, അത്രയും നല്ലൊരു ഫൗണ്ടേഷൻ തന്നെ വേണം അത് താന്നു പോകാതിരിക്കാൻ. ഇനി ഇവിടെ നിൽക്കണം, അവിടെ ആ ഭാഗത്തുള്ളതുപോലെ 1, 2, 3, 4 സ്പാൻ ഗാഡറുകൾ വെക്കാണ്ട് ഏകദേശം 10
10-20 ഗാഡർ ഇനി വെക്കാനുണ്ട്. അതൊക്കെ ഇനി ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റുന്ന ജോലികളൊക്കെ അവരിവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എടുത്ത് മാറ്റാറുണ്ടെങ്കിൽ അത് ഇനി അവിടേക്ക് താത്തി വെക്കണം. അതൊരു റിസ്ക് വർക്ക് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഓരോ ഭാഗം അവർ കട്ടിങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഗ്യാസ് കട്ടിങ് ഉപയോഗിച്ച് ആ ഭാഗത്തും കട്ട് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്തും കട്ടൊക്കെ ചെയ്തിട്ട് എടുത്ത് മാറ്റുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ, അവിടെ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് എഞ്ചിനീയർമാരും KNRCൻ്റെ മെയിൻ ആളുകൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു അത്ഭുത വർക്കല്ലേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ മാഹിയിലൊക്കെ ഗാഡറുകളാണ്, സ്റ്റീലിൻ്റെ ഗാഡറുകളാണ് ഓരോന്ന് എടുത്തു വെച്ചത്. പക്ഷേ അത് ഒരുപാട് രാത്രികൾ അവർ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇവർ ഇത് ഒറ്റ രാത്രി കൊണ്ടാണ്, റെയിൽവേ ഇതിൻ്റെ അനുമതി ലഭിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ടാണ് അവർ അതിലേക്ക് കയറ്റി വെച്ചത് കേട്ടോ. ഇതിൻ്റെ സ്റ്റീൽ ഇതിൻ്റെ അടിയിലുള്ള ഓരോ പരിപാടികളാണ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നൊക്കെ അയച്ച് ഒഴിവാക്കാനുള്ളതായിരിക്കില്ലേ. ട്രാക്ക് ഉണ്ടോ? ഇനി ഇതിൻ്റെ ഇവിടേക്ക് ഇപ്പോൾ തൽക്കാലം പാലത്തിൻ്റെ മുകളിൽ ഇങ്ങോട്ട് കയറാനായിട്ട് ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ പാലം മാരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാണ്ട അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ. സൈഡൊക്കെ വെച്ചിട്ടുണ്ട്. അടിയിലുള്ള ടാക്ക് ഷീറ്റുകളൊക്കെ വെച്ചതാട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനേ ഉള്ളൂ. 3 ട്രാക്ക് പോകുന്ന ഈ പാത, റെയിൽ പാത, അതിൻ്റെ മുകളിലാണ്. എത്ര മീറ്റർ ഉണ്ടത്? ഏകദേശം ഒരു 100 മീറ്ററോളം നീളമുണ്ട് കേട്ടോ. 100 മീറ്ററോളം നീളത്തിലുള്ള ഒരു സ്റ്റീൽ ബ്രിഡ്ജാണ്. ഇവിടെ ഫുള്ള് മറയാണ്, മറ. ട്രാക്കിലേക്ക് ആരും ചാടാതിരിക്കാൻ, ആരും വീഴാതിരിക്കാൻ 25,000 വോൾട്ടിൻ്റെ കറണ്ടാണ് ലൈനിൻ്റെ മുകളിൽ കൂടി പോകുന്നത്. അതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത്. അതിൻ്റെ അടുത്ത് നല്ല എടുത്തെത്തിയാൽ മതി, അപ്പം തന്നെ കരിഞ്ഞു പോണ ലൈനുകളാണ്. ജോലികളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ കേട്ടോ. അവിടെയൊക്കെ ജോലിക്കാരുണ്ട് കംപ്ലീറ്റ്. ഈ ഒരു പീസാട്ടോ അവരിവിടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തത്. അതിൻ്റെ നീളം ഇങ്ങോട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 15 മീറ്ററോളം നീളത്തിലുള്ള ഒരു പീസ് ഒരു എക്സ്ട്രാ വെച്ചതിന് ശേഷം കേട്ടോ അവരുടെ വർക്ക് ഇത് പൂർത്തിയായത്. ഇനി അതാ ഇതിൻ്റെ 2 പൊട്ടിൻ്റെ മുകളിലേക്ക്, ഒന്നതാ അവരിയ്ക്കുന്നത്, ഒന്നതാ ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ അടിയിലേക്ക്, ഇതിലേക്ക് ഇറക്കി വെക്കുന്ന ജോലികളാണ് ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം. അതായത് ഏകദേശം ഒരു 7 അടിയോളം ഇത് താഴത്തേക്ക് ഇറങ്ങി നിൽക്കാനുണ്ട്. അതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് അത് ഒഴിവാക്കിക്കൊണ്ടും തന്ത്രപരമായിട്ടുള്ള പരിപാടികളാണ് വീണ്ടും നടക്കാനുള്ളത്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ അത് ക്ലിയർ ആവുന്നതാട്ടോ പറയുന്നത്. ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തെ പ്രോസസ്സിങ് ഉണ്ട് അത് താഴത്തേക്ക് ഇറക്കി വെക്കുന്നതെന്നാണ് ഇവിടുത്തെ ഒരു സാറ് പറഞ്ഞത്. ക്രെയിനുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വർക്കാട്ടത്, കേരളത്തിലെ ആദ്യത്തെ വർക്കാണ്. അതായത് ഇപ്പോൾ രണ്ടാമത്തേത് നമ്മുടെ ചോറോട് വരുന്നുണ്ട്. ബാക്കി ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉത്തരേന്ത്യയിലും മറ്റ് പല ഏരിയകളിലും ഇതിൻ്റെ വർക്കുകൾ ഇന്ത്യയിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ആദ്യമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് കാണുമ്പം അത്ഭുതം എന്നല്ലാതെ പറയാനില്ല. ഇവിടെ എന്താ ഇതിൻ്റെ ക്രെയിനുകളെന്തോ നിർത്തിയിട്ടൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു ഫുട്പാത്തിൽ സ്ലാബുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതൊക്കെ അവർ ക്ലിയർ ചെയ്യും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ തന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കൂടി പെടുത്തല്ലേ, ആ കുറ്റിപ്പുറം അവിടുത്തെ വർക്കിൻ്റെ കാഴ്ചകൾ കൂടി പെടുത്താം. എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അതിൻ്റെ അടിയിൽ പോകാൻ അവർ സമ്മതിക്കില്ല. പോയി നോക്കിയാലോ, അവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. അപ്പം
അവിടേക്ക് എന്തായാലും അവർ പോകാൻ സമ്മതിക്കില്ല. ഇവിടെ അടിഭാഗത്ത് അതിൻ്റെ ഇരുമ്പുകളൊക്കെ സ്റ്റീലുകളൊക്കെ ഇറക്കി വെക്കുന്ന ജോലികളൊക്കെ ആ ക്രെയിൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കട്ട് ചെയ്യുക, പീസുകളൊക്കെ ഇറക്കി വെക്കുക. ഈ ഭാഗത്തു നിന്ന് അങ്ങനെ പോകട്ടോ. അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അവിടെയൊക്കെ ഡേഞ്ചർ ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവർ നല്ലപോലെ പറഞ്ഞു, അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കുറ്റിപ്പുറം നമ്മളെ ഈ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ 3 വരി ഏകദേശം ടാറിങ് ഫിനിഷായിട്ടോ. എത്ര പെട്ടെന്ന് അറിയാം ഇവിടുത്തെ വർക്കൊക്കെ ഫിനിഷായത്. ഇനി ഏതാ ബാക്കിയുള്ള 3 വരി പാതയുടെ മണ്ണ് മാറ്റൽ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗവും ടാറിങ് കഴിഞ്ഞാൽ 6 വരിപ്പാതയുടെ വർക്ക് ഫിനിഷായി. ഒരു വളരെ റിസ്ക് പിടിച്ച ഒരു ഏരിയ ആയിരുന്നു. ഒരുപാട് കരിമ്പാറകളാട്ടോ അടിയിലൊക്കെ. അതൊക്കെ പൊട്ടിച്ച് അവർ മാറ്റി അവിടെ ക്രാഷ് ബാരിയറൊക്കെ വാർത്തു സെറ്റാക്കി. ഇനി ആ ഭാഗത്തേക്ക് പോകുന്നവർ അവിടെ സർവീസ് റോഡ് അവർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ സർവീസ് റോഡിലൂടെ അങ്ങനെ അവിടെ പോകുക. ഇനി കാണുന്ന മണ്ണും മേട്ടകളൊക്കെ എടുത്ത് ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജോലികൾ. ഇനി നമ്മുടെ ആ ഭാഗത്തേക്കുള്ള സർവീസ് വാളിൻ്റെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ അപ്പുറത്തെ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായാലും നോക്കാട്ടോ. വാഹനങ്ങളൊക്കെ ഉഷാറായി പോകുന്നു. സർവീസ് റോഡിലൂടെ ഹൈവേയിലേക്ക് കയറാത്ത 6 വരിപ്പാതയിലേക്ക് കയറാത്ത വാഹനങ്ങളാട്ടോ നമ്മുടെ ആ ഭാഗത്തു കൂടിയ സർവീസ് റോഡിലൂടെ ഇങ്ങനെ വരുന്നത്. ഇവിടെയൊക്കെ താഴ്ന്നൊരു പ്രദേശമാണ്. സർവീസ് റോഡിൽ നിന്നും കുറച്ച് കൂടുതൽ താഴ്ന്നിട്ടുള്ള ഏരിയകളാണ്. ഇനി ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തെ പാറപ്പൊട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഡ്രെയിനേജൊക്കെ വാർത്തു. ഇനി അടിയിൽ നമ്മുടെ കോറി വേസ്റ്റുകളൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ടാറിങ് നടത്തുക. ആ ഭാഗത്തേക്കുള്ള പാറപ്പൊട്ടികളൊക്കെ കഴിഞ്ഞിട്ടോ. പാറൊക്കെ പൊട്ടിച്ചതൊക്കെ ഇവിടുന്ന് കയറ്റി അയച്ചു. ഇനി കുറേ അവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഇവിടുത്തെ കൂരിയാടിത്തെ വർക്ക് കാണുമ്പം KNRCLൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവട്ടോ. അത്രയ്ക്കും വർക്കേഴ്സും അതുപോലെ അത്രയ്ക്കും മെഷീനറികളും എല്ലാം തന്നെ ഇവിടെ ഫുൾ വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അതാ പാറ കഴിഞ്ഞിട്ടില്ല കേട്ടാ. അവിടുന്ന് അതാ ഈ ഭാഗത്ത് കരിമ്പാറ കാണണ്ട. ഇതൊക്കെ ഇനി പൊട്ടിച്ച് മാറ്റണം. അതൊക്കെ പൊട്ടിച്ച് മാറ്റി ഇനി അവിടെ ഈ സൈഡിലൊക്കെ ഇനി മുകളിൽ ക്രാഷ് ബാരിയർ വാർത്ത സ്ഥിതിക്ക് ഇനി ഇവിടെയൊക്കെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കായിരിക്കും കേട്ടോ. ഇവിടെ ഇനി ബാക്കിയുള്ള ഹൈറ്റുള്ള ഏരിയകളൊക്കെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കായിരിക്കും. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊക്കെ അങ്ങോട്ട് ചെയ്താൽ ഏത് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.